ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. പഞ്ചാശദ്വർണ്ണരൂപേണ യയാ വ്യാപ്തമിദം ജഗത് ശബ്ദബ്രഹ്മമയീം വാണീം ഭജേതാം പരദേവതാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ, ഓം നമോ ഭഗവതേ ഭൂതനാഥായ, ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ശ്രീഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നഃ ശാസ്താ പ്രചോദയാത്. ഓം നമസ്തേ സർവശക്തായ നിത്യായ പരമാത്മനെ പുരുഷായാദിബീജായ വരേശായ നമോ നമഃ. തസ്മൈ നമോ ഭഗവതേ നിർവാണസുഖദായിനി സർവപാപഹരായ ആര്യതാതായാനന്ദമൂർത്തയേ. ഭൂരികാരുണ്യയുക്തായ നിത്യായ പരമാത്മനെ ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധാരായ സാക്ഷിണേ. ആനന്ദരൂപിണം ശാന്തം ഘോര സംസാരതാരകം സൃഷ്ടിസ്ഥിത്യന്തരൂപം തം ശാസ്താരം പ്രണതോസ്മ്യഹം. നമപരായ ഗോത്രേ സ്തുതാരക ബ്രഹ്മരൂപിണി ആര്യദാതായ ദേവായ ഭൂതനാഥായ തേ നമഃ. ശ്രീഭൂതനാഥായ നമഃ, ശ്രീഭൂതനാഥായ നമഃ, ശ്രീഭൂതനാഥായ നമഃ. നമസ്തേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഹരിവരാസന കീർത്തനത്തിലെ ശ്ലോകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ഹരിഹരാസന കീർത്തനത്തിലെ 8ാമത്തെയും അവസാനത്തേതുമായ ശ്ലോകമാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: ശ്രിതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശ്രിതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ ഗുണകർമ്മ വിശേഷങ്ങൾ, വൈശിഷ്ട്യങ്ങൾ ഈ ഓരോ പദത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ നമുക്ക് ആദ്യം അറിയേണ്ട പദം ശ്രിതജനപ്രിയം എന്നതാണ്. ശ്രുതജനപ്രിയം, ചിന്തിതപ്രദം, ശ്രുതിവിഭൂഷണം, സാധുജീവനം, ശ്രുതിമനോഹരം, ഗീതലാലസം, ഇത്രയും പദങ്ങളും പിന്നെ നമ്മൾ 4ാമത്തെ എല്ലാ ശ്ലോകങ്ങളിലും വീണ്ടും വീണ്ടും വരുന്ന 4ാമത്തെ വരി ഹരിഹരാത്മജം ദേവമാശ്രയേ എന്നതുമാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. ശ്രുതജനപ്രിയം എന്ന പദം, ഇതിൽ ശ്രുതം എന്നാൽ ആശ്രിതൻ, സേവകൻ എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അപ്പം ശ്രുതജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആശ്രിതന്മാർ, സേവകന്മാർ എന്നൊക്കെ എടുക്കാം. അപ്പോൾ ശ്രുതജനപ്രിയം എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവരോട് പ്രിയമുള്ളവൻ. നമുക്കറിയാം ഭഗവാനെ ആശ്രയിക്കുന്നത് ആരാണ്? ഭക്തന്മാരാണ്.
അപ്പോൾ ശ്രുതജനപ്രിയം എന്നതിന് നമുക്ക് ഭക്തപ്രിയൻ എന്നർത്ഥമെടുക്കാം. അപ്പോൾ ശ്രുതജനപ്രിയം എന്ന് പറഞ്ഞാൽ ഭക്തപ്രിയൻ എന്നർത്ഥം. അടുത്ത പദം ചിന്തിതപ്രദം എന്നതാണ്, അതായത് ചിന്തിതപ്രദൻ. ഇപ്പോൾ ഭക്തൻ എന്താണോ ചിന്തിക്കുന്നത് അത് പ്രദാനം ചെയ്യുന്നവനാണ് ചിന്തിതപ്രദൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഭക്തന്മാർ ഭഗവാനോട് ഒരുപാട് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഭഗവാൻ നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഭഗവാനാണെങ്കിൽ ഭക്തൻ ആവശ്യപ്പെടുക പോലും വേണ്ട. ഭക്തൻ ആവശ്യപ്പെടാതെ ഭക്തൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, ഭക്തൻ്റെ ചിന്തയിൽ എന്താണോ വരുന്നത്, അതുപോലും പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ്, ദേവനാണ് ധർമ്മശാസ്താവ് അഥവാ അയ്യപ്പസ്വാമി എന്ന് അർത്ഥം. അപ്പോൾ ഈ ചിന്തിതപ്രദം എന്നുള്ളതിനെ കുറിച്ച് മറ്റ് ഒരു ശ്ലോകത്തിലും ശ്ലോകം 5 നമ്മൾ കണ്ടിരുന്നു. ശ്ലോകം 5 ഈ ചിന്തിതപ്രദൻ എന്ന പദം വന്നിരുന്നു. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയി. ഇതായിരുന്നു ശ്ലോകം 5. ഈ ശ്ലോകം 5ലും നമ്മൾ ചിന്തിതപ്രദം എന്ന പദം കണ്ടിരുന്നു. അപ്പോൾ അവിടെയും നമ്മളിതിനെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്തിരുന്നു. അടുത്തത് ശ്രുതി വിഭൂഷണം എന്ന പദമാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, ശ്രുതി എന്നാൽ വേദങ്ങൾ. അപ്പോൾ ഈ വേദങ്ങൾ എന്നാൽ തന്നെ അതിൻ്റെ എളുപ്പം നമുക്ക് മനസ്സിലാക്കുന്ന അർത്ഥം ജ്ഞാനമെന്നും അറിവെന്നും ഒക്കെയാണ്. അപ്പോൾ ശ്രുതി വിഭൂഷണം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ അല്ലെങ്കിൽ അറിവിനെ ഭൂഷണമാക്കിയവൻ. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ബാഹ്യമായ അലങ്കാരങ്ങളൊന്നും അല്ല ഭഗവാന് ഭൂഷണമായിട്ടുള്ളത്, മറിച്ച് ജ്ഞാനമാണ്, അറിവാണ് ഭഗവാന്റെ ഭൂഷണം എന്ന ഒരു ശ്രേഷ്ഠത വെളിവാക്കുന്ന ഒരു പദം കൂടെയാണ് ശ്രുതി വിഭൂഷണം എന്നത്. അപ്പോൾ നമ്മൾ ശ്ലോകം 4 ഇതേപോലെ മറ്റൊരു പദം ഉപയോഗിച്ചിരുന്നു, വേദവർണിതം എന്നൊരു പദം നമ്മൾ ശ്ലോകം 4 ഉപയോഗിച്ചിരുന്നു, വേദവർണിതം. അപ്പോൾ അവിടെ തുരകവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയി. ഇത് 4ാമത്തെ ശ്ലോകമായിരുന്നു. ആ 4ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വേദവർണിതം എന്ന് ഒരു പദം ഉപയോഗിച്ചിരുന്നു. അപ്പം ഈ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന വേദവർണിതം എന്ന് പറയുന്നതും ശ്രുതി വിഭൂഷണം എന്ന് പറയുന്നതും രണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേ അർത്ഥതലത്തിൽ അല്ലെങ്കിൽ തത്വതലത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ധർമ്മശാസ്താവിൻ്റെ തത്വങ്ങളെ അറിയേണ്ടത് നമ്മൾ വേദവാക്യങ്ങളെ പ്രമാണമാക്കിയാണ് എന്നർത്ഥം. അപ്പോൾ ധർമ്മശാസ്താവിൻ്റെയും അയ്യപ്പസ്വാമിയുടെയും ഒക്കെ എല്ലാ ദേവന്മാരുടെയും ഇങ്ങനെ തന്നെയാണ്. ഈ തത്വങ്ങളെല്ലാം അറിയേണ്ടത് വേദവാക്യങ്ങളെ ആസ്പദമാക്കിയാണ് എന്ന് സാരം. അടുത്ത പദം സാധുജീവനം എന്നതാണ്. സാധുജീവനം. ഇപ്പം സാധു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല ചിന്തകൾ, സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, ഇങ്ങനെയൊക്കെ സദ്ഗുണങ്ങളുമായി ജീവിക്കുന്ന സജ്ജനങ്ങളെയാണ് നമ്മൾ സാധു എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒരു സാധുവായിട്ടാണ് ജീവിക്കുന്നത്. സത്കർമ്മങ്ങളും സച്ചിന്തകളും ഒക്കെ ആയിട്ട് ആണ് ഭഗവാനും ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭക്തജനങ്ങൾക്കൊരു മാതൃകയായിട്ട് എങ്ങനെയാണ് ഓരോ ഭക്തനും ജീവിക്കേണ്ടത് എന്നത് മാതൃകയായിട്ട് ഭഗവാനും ധർമ്മശാസ്താവും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് സാരം. അതാണ് സാധുജീവനം എന്ന പദത്തിൻ്റെ അർത്ഥം. അടുത്ത പദം ശ്രുതി മനോഹരം എന്നതാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ എന്നെടുക്കാം. അപ്പം ഈ ശ്രുതികൾ
പരമാത്മസ്വരൂപൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ സ്തുതികളും വർണ്ണനകളുമാണ്. ദേവന്മാരുടെ പരമാത്മസ്വരൂപത്തിലുള്ള സ്തുതികളും വർണ്ണനകളുമാണ് ശ്രുതികളിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പരമാത്മസ്വരൂപൻ്റെ സ്തുതികളും വർണ്ണനകളുമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മനോഹരമായിരിക്കും. അപ്പോൾ ഭഗവാന്റെ ശ്രുതികൾ എന്ന് പറയുന്നത്, ഭഗവാനെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ എന്ന് പറയുന്നത്, കീർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും മനോഹരങ്ങളായിരിക്കും. അപ്പോൾ ഇതേ ആശയമാണ് നമ്മൾ നേരത്തെ ശ്രുതി വിഭൂഷണൻ എന്ന് നമ്മൾ ഇതേ ശ്ലോകത്തിൽ നേരത്തെ പറഞ്ഞ പദത്തിനും ഇതേ അർത്ഥതലം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാന് ബ്രഹ്മസ്വരൂപനെന്ന അർത്ഥത്തിൽ ഒരു നിർഗുണഭാവം, അതേപോലെ ദേവനെന്ന അർത്ഥത്തിൽ സഗുണഭാവങ്ങളുമുണ്ട്. നമ്മുടെ ആരാധനാ രീതിയിൽ ഈ രണ്ട് ഭാവങ്ങളുമുണ്ട്. അപ്പം ഇത് രണ്ടും ശ്രുതികളിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ശ്രുതികൾ അതിമനോഹരം ആകുന്നത്. അപ്പോൾ ഭഗവാന്റെ സഗുണരൂപത്തെയും ഭഗവാന്റെ നിർഗുണരൂപത്തെയും രണ്ടും ശ്രുതികളിൽ പ്രതിപാദിക്കുന്നു, പറയുന്നു. അതുകൊണ്ടാണ് ശ്രുതികൾ മനോഹരമായിരിക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഇതാണ് ശ്രുതി മനോഹരം എന്ന പദത്തിൻ്റെ അർത്ഥം. പിന്നീട് വരുന്ന പദം ഗീതലാലസൻ എന്നതാണ്. അപ്പം നമുക്കറിയാം, ഈ നമ്മൾ ചെല്ലുന്ന കീർത്തനങ്ങളും മന്ത്രങ്ങളും ഒക്കെ കേൾവിക്ക് നല്ല രീതിയിൽ തോന്നണമെന്ന് ഉണ്ട് എങ്കിൽ അത് ശ്രുതി മധുരമായിരിക്കണം. അവിടെയും ഒരു ശ്രുതി നമ്മൾ സംഗീതത്തോട് ചേർത്ത് നമ്മൾ ശ്രുതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഗീതലാലസൻ എന്ന് വാക്കിലെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശ്രുതി മധുരമായ ഗാനങ്ങളിൽ ഔത്സുക്യമുള്ളവൻ എന്നർത്ഥം. ശ്രുതി മധുരമായ ഗാനങ്ങളിൽ ഔത്സുക്യമുള്ളവനാണ് ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ ഗാനങ്ങൾ മധുരമാകണമെങ്കിൽ നമുക്കറിയാം ശ്രുതിയും താളവും ലയവും ഒക്കെ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ടാണ് ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പൻ്റെയൊക്കെ ആരാധനാ രീതികളിൽ ശ്രുതി മധുരമായ കീർത്തനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാരണം ധർമ്മശാസ്താവ് ശ്രുതി മധുരനാണ്. നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ നൃത്തലാലസനാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ അയ്യപ്പ ഭഗവാന്റെ ആ കീർത്തനങ്ങൾ ഭജന രൂപത്തിലും മറ്റും ശ്രുതി മധുരമായി ഒരു സാധാരണ ഭക്തൻ പോലും, സംഗീതത്തിൽ അവഗാഹതയൊന്നുമില്ലാത്ത ഭക്തന്മാർ പോലും ശ്രുതി മധുരമായിട്ട് ചൊല്ലത്തക്ക രീതിയിലാണ് ധർമ്മശാസ്താവിൻ്റെയും അയ്യപ്പസ്വാമിയുടെയും ഒക്കെ കീർത്തനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് നല്ല താളാത്മകമായി ചൊല്ലുവാൻ കഴിയുന്ന കീർത്തനങ്ങളാണ് ധർമ്മശാസ്താവിനെയും അയ്യപ്പസ്വാമിയൊക്കെ കുറിച്ച് ഉള്ളത്. അങ്ങനെയുള്ള കീർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്, ആ കീർത്തനങ്ങൾ കൊണ്ട് ഭക്തന് അനുഗ്രഹം നൽകുന്നവനാണ് ഗീതലാലസൻ, ധർമ്മശാസ്താവ്, അയ്യപ്പ ഭഗവാൻ എന്നൊക്കെ അർത്ഥം പറയാം. പിന്നീട് നമുക്കറിയാം അടുത്ത രണ്ട് പദങ്ങൾ ഹരിഹരാത്മജം ദേവമാശ്രയി, ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. എല്ലാ ശ്ലോകങ്ങളിലും നമ്മൾ കണ്ട വരി ഇതുതന്നെയായിരുന്നു, നാലാമത്തേത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ സാരം നമ്മൾ പറയുകയാണെങ്കിൽ, ആശ്രയിക്കുന്നവർക്ക് പ്രിയങ്കരനും ചിന്തിക്കുന്നതെല്ലാം നൽകുന്നവനും വേദങ്ങൾ ഭൂഷണമാക്കിയവനും ഉത്കൃഷ്ടമായ ജീവിതചര്യയുള്ളവനും ശ്രുതികളിൽ മനോഹരനും കീർത്തനങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവനുമായ ഹരിഹരാത്മജനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആശ്രയിക്കുന്നവർക്ക് പ്രിയങ്കരനും ചിന്തിക്കുന്നതെല്ലാം നൽകുന്നവനും വേദങ്ങൾ ഭൂഷണമാക്കിയവനും ഉത്കൃഷ്ടമായ ജീവിതചര്യയുള്ളവനും
ശ്രുതികളിൽ മനോഹരനും കീർത്തനങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവനുമായ ഹരിഹരാത്മജനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. അപ്പം നാം ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ കലിയുഗ വരപ്രദായകനായ ധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ, ശാസ്താവിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കി തരുവാനും അതിൻ്റെ കീർത്തനം കൊണ്ട് നമ്മുടെ ജന്മം സാക്ഷാത്കൃതമാകുവാനും ഉതകുന്ന ഒരു കീർത്തനമാണ് ഹരിവരാസന കീർത്തനം എന്ന് നമ്മൾ കണ്ടു. ഇതിൻ്റെ അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ പോലും, അർത്ഥതലങ്ങളിലേക്കോ താത്വിക വശങ്ങളിലേക്കോ കടന്നില്ലെങ്കിൽ പോലും കേൾക്കുന്ന മാത്രയിൽ സായുജ്യം തരുന്ന ഒരു കീർത്തനമായിരുന്നു ഹരിവരാസന കീർത്തനം. അതിലെ 8 ശ്ലോകങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ ഈ 8 ശ്ലോകങ്ങളെയും ചേർത്ത് വളരെ പെട്ടെന്ന് ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു സാരം വ്യക്തമാക്കൽ നമുക്ക് നടത്താം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.